മലയാളത്തിൻ്റെ നാടകാചാര്യൻ ഇബ്രാഹിം വേങ്ങരയുടെ ഒടുക്കത്തെ അത്താഴം എന്ന നാടകത്തിൻ്റെ സ്വതന്ത്ര നാടകാവിഷ്കാരം. നാടക നിർമ്മാണം 121 മീഡിയ. നാടക സംവിധാനം അലി അരങ്ങാടത്ത്. പിന്നണിയിൽ പ്രവർത്തിച്ചവർ BGM ആൻഡ് ഡബ്ബിംഗ് പാലക്കാട് പ്രേംരാജ്. മേക്കപ്പ് രാമചന്ദ്രൻ മാസ്റ്റർ. ആർട്ട് ബാവ കിഴക്കേക്കണ്ടി ആൻഡ് ശശി കോട്ട്. സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഡിസ്കോ കുറുവങ്ങാട് ലതീഷ് ആൻഡ് സനോജ്. അസോസിയേറ്റഡ് മൊയ്തു കൊയിലാണ്ടി. ഓരോ വ്യക്തിയിലെയും ദൈവത്തെയും പിശാചിനെയും ഉൾച്ചേർക്കുന്നത് സാഹചര്യമാണ്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വവിഖ്യാതമായ അവസാനത്തെ അത്താഴം എന്ന ചിത്രത്തിന് ഇങ്ങനെയൊരു പിന്നാമ്പുറം കൂടി. നാളെയുടെ പ്രതീക്ഷകളായ നവമുകുളങ്ങളെ, സ്വപ്നങ്ങളെ, പൂക്കളെ മദ്യവും മയക്കുമരുന്നും പുകവലിയും എല്ലാം ചേർന്ന് വരിഞ്ഞു മുറുകുമ്പോൾ നഷ്ടപ്പെടുന്നത് ഓജസ്സും തേജസ്സുമാണ്. ഞങ്ങൾ ആരംഭിക്കട്ടെ നാടകം ഒടുക്കത്തെ അത്താഴം. ഇയാൾ എവിടേക്ക് ഈ ശവങ്ങളെയൊക്കെ കൊണ്ടുപോണേ? നാട് മുഴുവൻ ശവങ്ങളുടെ കുന്നുകളാണ്. ശവങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലം ഇവിടെ ബാക്കിയുണ്ടോ? പ്ലേഗ് ഒരു കൊടുങ്കാറ്റ് പോലെ അലയടിച്ചു കൊണ്ടിരിക്കുന്നു. ദുർഗന്ധം കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ഇതിനിടയിലാ ഉന്തുവണ്ടിയിൽ ശവങ്ങളുമായുള്ള പുറപ്പാട്. ഇയാൾക്ക് എന്തിന്റെ കേടാ? അത്രയെങ്കിലും അയാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്ത് പ്രാർത്ഥനയോ? അതെ, പ്രാർത്ഥന തന്നെ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന കർമ്മമാണ്. മരിച്ചു വീഴുന്ന ശവങ്ങളെയൊക്കെ അയാൾ ഉന്തുവണ്ടിയിൽ കയറ്റിവെച്ച് ആളൊഴിഞ്ഞ ശൂന്യമായ അയൽഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവിടെ വലിയ കിണറുകൾ കുഴിച്ച് ശവങ്ങളെയൊക്കെ അതിലിട്ട് മൂടുന്നു. ഈ ക്രിയ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. പ്ലേഗ് രോഗം ഭയന്ന് ഗ്രാമം വിട്ടുകൂടുന്ന മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെയൊരു കർമ്മം ചെയ്യുന്നത് ദൈവത്തോടുള്ള പ്രാർത്ഥനയല്ലാതെ മറ്റെന്താണ്? ചോദിക്കട്ടെ, ശവങ്ങളെ കയറ്റി ഒറ്റയ്ക്ക് ഉന്തുവണ്ടി വലിച്ചുകൊണ്ട് പോയ ആ മനുഷ്യനെ താങ്കൾക്ക് അറിയാമോ? ഓ, തൂപ്പുകാരുടെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം? പക്ഷേ വേഷം കണ്ടിട്ടൊരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. അല്ല 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 വേഷം മാത്രല്ല, പ്രവൃത്തി കണ്ടാലും അതേ തോന്നു. മുഴുത്ത വട്ട്. വേഷത്തിലാണോ ഒരാളുടെ ബുദ്ധിയെ അളക്കുന്നത്? എങ്കിൽ താങ്കൾ എത്ര ബുദ്ധിമാനാ. പക്ഷേ നിഷ്ക്രിയനായി ഈ പടുവൃദ്ധന്റെ നിഴലിൽ വിറങ്ങലിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ താങ്കളുടെ ശിരസിൽ മനസ്സ് നിറഞ്ഞപ്പോ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ലെന്ന് തോന്നി. താങ്കൾ എന്തൊക്കെയാ പറയുന്നത്? അതെ, വലിയൊരു സത്യം. ആ ഉന്തുവണ്ടി നിറയെ ദുർഗന്ധം വമിക്കുന്ന ശവങ്ങളുമായി പോയത് ബഹുമുഖ പ്രതിഭയായ ലിയനാർഡോ ഡാവിഞ്ചിയാ. തത്വചിന്തകൻ, ശരീരശാസ്ത്രജ്ഞൻ, എഞ്ചിനീയർ, തച്ചൻ, ശില്പി, ഗായകൻ, സംഭാഷണ ചതുരൻ, അങ്ങനെ പലതും പലതും. കൂട്ടത്തിൽ മഹാനായ ചിത്രകാരൻ. അദ്ദേഹത്തിന് തുല്യനായ ഒരു മനുഷ്യൻ ഇന്നേ വരെ ഇറ്റലിയിൽ ഉണ്ടായിട്ടില്ല, ഇനി
ചില വേദവചനങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യനെയാ താങ്കൾ ഭ്രാന്തനാക്കിയത്. ഓ, ലിയാനോർഡോ ഡാവിഞ്ചിയാണോ അത്? അതിശയം തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. എങ്ങനെയാ കേട്ടത്? കുപ്രസിദ്ധനായിട്ടാണോ അതോ പ്രസിദ്ധനായിട്ടാണോ? സാന്താ മരിയ ദെല്ലാ ഗ്രാസി എന്ന സന്യാസിമഠത്തിലെ തീൻമുറിയിലെ ഭിത്തി മുഴുവൻ യേശുദേവന്റെ അവസാനത്തെ അത്താഴം എന്ന ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട് കാലേറെയായി. ഇപ്പോഴും അപൂർണമായി കിടക്കുന്നു. ക്രിസ്തുദേവനെയും ശിഷ്യന്മാരെയും വരച്ചു കഴിഞ്ഞു. പക്ഷേ യൂദാസിന്റെ സ്ഥാനം ഇപ്പോഴും ശൂന്യമായി കിടക്കുന്നു. യൂദാസിനെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണത്രേ ഇപ്പോഴും. വർഷം 15 കഴിഞ്ഞു. ക്രിസ്തുദേവന്റെയും ശിഷ്യഗണങ്ങളുടെയും നിറം മങ്ങിത്തുടങ്ങി. ഇനി യൂദാസിനെ വരയ്ക്കാൻ മോഡലിനെ അന്വേഷണം തുടരവേ ചിലപ്പോ പ്ലേഗ് വന്ന് മരിച്ച ശവങ്ങളിൽ നിന്ന് രോഗം പകർന്ന് ഇയാളും ഈ ലോകം വെടിയും. തൊട്ടുവെച്ച ഒരു പണിയും പെട്ടെന്നൊന്നും ഇയാൾ പൂർത്തിയാക്കാറില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ജ്ഞാനദൃഷ്ടിയുള്ള പലർക്കും സംഭവിക്കുന്നതേ അദ്ദേഹത്തിനും സംഭവിച്ചിട്ടുള്ളൂ. കല ഒരു വ്യവസായമായി കാണുന്ന കലാകാരന്മാർക്ക് ഈ തെറ്റ് പറ്റില്ല. കാരണം അവരുടെ ദൃഷ്ടി പണക്കിഴിയിലായിരിക്കും. ഒരു യഥാർത്ഥ കലാകാരന്റെ ദൃഷ്ടി പതിക്കുന്നത് സൃഷ്ടിയിലായിരിക്കും. അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വർഷങ്ങൾ എടുത്തുന്നു വരും. ലിയനാർഡോ ഈ കാലഘട്ടത്തിൻ്റെ ആനന്ദവും ദുഃഖവും സംഭ്രാന്തിയും മുഴുവൻ അനുഭവിച്ചു തീർക്കാൻ കാലം നിയോഗിക്കപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തെ കുറിച്ച് താങ്കൾക്ക് ഒരുപാട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, പക്ഷെ അത് താങ്കളോടല്ല. സഹജീവി കർമ്മവീതിയിൽ തളർന്നു വീഴുമ്പോ അവ കണ്ട് പരിഹസിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. മാത്രമല്ല എനിക്ക് അവരോട് സഹതാപവുമുണ്ട്. ഞാൻ ഒന്നും കേൾക്കണ്ട. എന്തിനേയും താങ്കൾക്ക് വിമർശിക്കാം. പക്ഷേ വിമർശിക്കപ്പെടുന്നവനെ കുറിച്ച് സാമാന്യ ബോധമെങ്കിലും വേണം. താങ്കളുടെ ആത്മാർത്ഥത ഞാൻ മനസ്സിലാക്കും. എന്റെ ലഘുവായ വിമർശനം താങ്കളുടെ മനസ്സിൽ ഒരു ഭൂമികുലുക്കത്തിന്റെ ഭവിഷ്യത്തുണ്ടാക്കിയെന്ന് തോന്നുന്നു. ക്ഷമിച്ചാലും ഞാൻ അദ്ദേഹത്തെ കാണും. പശ്ചാത്താപത്തിന്റെ 2 കണ്ണുനീർ ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അർപ്പിക്കും. മതി. താങ്കളുടെ വിശുദ്ധമായ ചിന്തയ്ക്ക് എന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ദാവിഞ്ചിയെ കുറ്റപ്പെടുത്തുന്ന കേട്ടപ്പോ ഞാനല്പം ക്ഷോഭിച്ചു പോയി. ഈ വൃദ്ധൻ ലിയനാർഡോവിന്റെ ഒരു ആരാധകനാ. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ പങ്കാളിയാവാൻ വാർദ്ധയ്ക്ക് അനുവദിക്കാത്തതിനാൽ ദുഃഖിതനുമാ. എന്നിൽ നിന്നും അങ്ങേ വേദനിപ്പിച്ച വല്ല വാക്കുകളും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് മുമ്പേ ഭൂമി കണ്ടവനെന്ന പരിഗണന വെച്ച് എന്നോട് പൊറുക്കുക. അരുത്, അരുത്. അങ്ങ് എന്നോട് ക്ഷമ ചോദിക്കരുത്. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്തു കാണുമ്പോൾ നമുക്കവരോട് അസൂയ തോന്നും. എനിക്കും സംഭവിച്ചത് തന്നെ. അങ്ങന്റെ മനസ്സിന്റെ ജാലകം തുറന്നിട്ട് തന്നിരിക്കുന്നു. അവിടെ ഇപ്പോൾ ധാരാളം വെളിച്ചം കയറിയിരിക്കുന്നു. വിരോധമില്ലെങ്കിൽ അങ്ങന്റെ കൂടെ വന്ന് ആ മഹാനെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. എൻ്റെ ഈ യുവത്വം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുമെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായിരിക്കും. നമുക്ക് ചുറ്റും ധാരാളം പ്രകാശമുണ്ട്. ചിലർ അതിന് നേരെ കണ്ണടച്ച് സ്വയം ഇരുട്ടുണ്ടാക്കും. പക്ഷേ പ്രകാശം അതറിയില്ല. ദാവിഞ്ചിയും അതുപോലെ തന്നെയാ. മനുഷ്യന്റെ ദുർഗന്ധം അറിയുമ്പോ അഹങ്കാരത്തിന്റെ പുകമറ താഴെ അപ്രത്യക്ഷമാവും. ചോദിക്കട്ടെ, താങ്കളുടെ പേരെന്താ? പെല്ലിച്ചിയോളി എന്നാണ് എൻ്റെ പേര്.
മുഴുവൻ പേര് മൗറോ പൊല്ലിച്ചിയുള്ളി എന്നല്ലേ? പേരങ്ങനെ തന്നെ, പക്ഷേ ചിത്രകാരനല്ല. ആ പേരിന് ഞാനിപ്പോൾ യോഗ്യനല്ല. വാസ്തവത്തിൽ ഭയമാകുന്നു. എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഗുരുപാദങ്ങളിൽ നമസ്കരിക്കണം. സൂര്യപ്രകാശത്തിന് മുന്നിൽ സ്വയം മെഴുകുതിരിവട്ടമാകാൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുവല്ലേ? വിനയം കലാകാരൻ്റെ ആഭരണങ്ങളാണ്. എന്തൊരലങ്കാരമാണ് അതിന്! വരൂ വരൂ. മിസ്റ്റർ, ഡിസ്റ്റർബ് ആക്കല്ലടേ. ജെന്റിൽമാൻമാരിരുന്ന് കഴിക്കുന്ന കാണുന്നില്ലതാ. വെയിറ്റർ, ഒരു ലാർജ് കൂടി. ഹലോ ഹലോ മിസ്റ്റർ വെയിറ്റർ, ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? ഹലോ വെയിറ്റർ. എന്താ മിസ്റ്റർ, കുറെ നേരമായല്ലേ വിളിച്ചു പോകണേ? ഈ മദ്യശാലയിൽ നിങ്ങൾ മാത്രമല്ല, പലരെയും എനിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, സമയം പാതിരിയോട് അടുത്തിരിക്കുക. നാട്ടിൽ ഫ്ലേഗ് വന്നപ്പോ കസ്റ്റമേഴ്സിന്റെ ബാഹുല്യ നിമിത്തം ഒന്ന് തിരിയാൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞോ തന്റെ പ്രസംഗം? എവിടെ? താങ്കളെ പോലുള്ളവർ ജീവിച്ചിരിക്കും കാലം വരെ എന്നെ പോലുള്ളവർ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. അത് നല്ലതാ. പ്രസംഗം ഒരു ശീലാക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ. വെയിറ്റർ പോയി ജോലി പോയാൽ സുവിശേഷ പ്രസംഗം നടത്താല്ല. അല്ല, അത് പോട്ടെ, എനിക്കൊരു ആപ്പൂടി കൊണ്ടെത്താ. ഒരു ആപ്പൂടി എടുത്തോണ്ട് പാടും. ഈ പൊട്ടിയ റെക്കാർഡ് പോലെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ? തരില്ലെന്ന് ഞാൻ പല കുറി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ തന്നെ അങ്ങ് നല്ല പൂസില, നാവ് കുഴയുന്നു, അക്ഷരങ്ങൾ അടുക്കും ചിട്ടയില്ലാതെ വഴുതി പോകുന്നുണ്ട്. ഓ, മദ്യശാല അടയ്ക്കേണ്ട സമയവും കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് കുടിച്ച കാശി എന്നിട്ട് ഇറങ്ങി പോണം മിസ്റ്റർ. എങ്ങോട്ട് എങ്ങോട്ട് പോവാൻ? എടോ, പോകാൻ ഒരു സ്ഥലം ഉണ്ടായിട്ട് വേണ്ടേ പോകാൻ? താൻ അധികം പ്രസംഗിക്കാതെ ഒരാവെടുത്തുണ്ടോ? താങ്കൾ എന്ത് പറഞ്ഞാലും ഒരു പെഗ് പോലും ഇനി ഞാൻ തരില്ല. ആ, കാശ് തന്നിട്ട് എഴുന്നേറ്റ് പോണം. കാശോ? എവിടെ എവിടെ? ഒരു ചില്ലി കാശ് പോലും ഇന്നെന്റെ കയ്യിലില്ല. പോടാൻ പോയി ആവെടുത്തുണ്ടാടോ. ഓ, ഇതിപ്പോ പാമ്പ് കടിച്ചൊരു ഇടിവെട്ടിയെന്ന് പറഞ്ഞ കൂട്ടത്തിലായല്ലോ. അല്ല, ഈ കാലം അത്രയായിട്ടും കാശ് തരാതെ താങ്കൾ കുടിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇന്നെന്ത് പറ്റി? പിന്നെ ഒരു കാര്യം, സ്ഥിരം കസ്റ്റമർ ആയാലും അല്ലെങ്കിലും അവരെ, അതായത് കാശ് തരാത്തവരെ എന്താ ചെയ്യാന്നറിയാലോ. എന്താ എന്ത് ചെയ്യാനതാൻ? കൊല്ലോ? കൊല്ലുന്നില്ല, പക്ഷേ കൊല്ലാക്കൊല ചെയ്യും. വിഞ്ചിയിലെ പുരാതനമായ ഈ മദ്യശാലക്കപ്പുറത്തെ ഒരു വിറക് വരെയുണ്ട്. നല്ല മരത്തടിയും കാണും. പിന്നെ ഗോതമ്പാട്ടുന്ന ഒരു അരക്കല്ല്. ഇത്രയും പറഞ്ഞാല് നാളെ പുലരുമ്പോൾ ചെയ്യേണ്ട ജോലിയുടെ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എടോ, വിഞ്ചിയിലെ ഈ മദ്യശാലയിൽ സൃഷ്ടിയും സംഹാരവും ഒരേ സമയം നടക്കും. പുണ്യവാളനെയും സാത്താനെയും നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി കൂടിയാണിത്. പൂർവചരിത്രം പറഞ്ഞ് ഞങ്ങളെ മുഷിപ്പിക്കല്ലേ. ഒന്ന് ഇവിടം വരെ വന്നാട്ടെ. ദേ, ഇപ്പൊ വരാം കേട്ടോ. മുൻകൂർ കാശ് തന്നിട്ട് കുടിക്കുന്നവരാ അവരൊക്കെ.
മാന്യന്മാർ. മദ്യശാലയിൽ മാന്യന്മാരുണ്ടാവണോ? താനെന്തൊരു വിഡ്ഢിയാണോ? എടോ, വിവരദോഷം പറയാതെ താനൊരു ആഫ് എടുത്തോണ്ട് വാ. ഇല്ലെങ്കിൽ താൻ്റെ സ്വഭാവം അറിയും. അതറിയും, പക്ഷേ മനസ്സിൽ വെച്ചോണ്ട് ഇരുന്നാൽ മതി. ദേ, കാശ് തന്നിട്ട് പോകുന്നില്ലെങ്കിൽ തടി കേടാവും. എന്റെ തടിയല്ല കേടാവുന്നത്. എനിക്ക് ആവ് തന്നില്ലെങ്കിലേ ഇവിടെയുള്ള സർവ്വ ഞാൻ അടിച്ച് പരപ്പാക്കും. അയ്യോ, നിർത്തുന്നുണ്ടോ? ഇതെന്താ മദ്യശാലയോ അതോ ഗോതയോ? ലിയോ, ഇയാൾ വയറ് മുട്ട കുടിച്ചതിനു ശേഷം തെമ്മാടിത്തരം കാണിക്കുക. കാശം തന്നില്ല. ഈ മദ്യശാലയിൽ പണ്ട് മദ്യം ഒഴിച്ചുകൊണ്ടിരുന്നത് പെണ്ണുങ്ങളായിരുന്നു. ശാന്തസുന്ദരമായ മദ്യഷാപ്പ്. ഈ സ്ഥാപനത്തോട് എനിക്കേറെ കടപ്പാടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ജന്മഗൃഹമാണ് ഈ മദ്യശാല. ലിയോ, ഇയാൾക്ക് ജീവനുണ്ടോ എന്ന് നോക്ക്. ചത്തെങ്കിൽ റോഡിൽ ഉന്തുവണ്ടിയുണ്ട്, അതിലെടുത്തിടുക. പ്ലേഗ് വന്ന് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. ലിയോ, നിങ്ങളെ രക്ഷപ്പെടുത്താനാ പറയുന്നത്. മദ്യം കഴിച്ച് കാശ് തന്നില്ലെങ്കിൽ ഇനിമേൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്ലോറൻസിലെ ടൗൺ ഹാളിന് മുന്നിൽ ടാബറോ എന്നറിയപ്പെടുന്ന ഒരു പെട്ടിയുണ്ടല്ലോ. നിങ്ങൾക്ക് ഇയാളുടെ വല്ല അവലാതിയും ഉണ്ടെങ്കിൽ ഒരു കടലാസിലത് എഴുതി ആ ഭണ്ഡാരത്തിലിട്ടുകൂടെ? ഭരണകൂടവും നിയമവും അത് കൈകാര്യം ചെയ്യുമല്ലോ. ഒന്ന് പൊക്കി നോക്ക്. ജീവൻ കാണാൻ തരവില്ല. ലിയോ, ഇയാൾ ചത്തിട്ടില്ല കേട്ടോ, ചത്തിട്ടില്ല. ഓ, എങ്കിൽ ഞാനും നിങ്ങളെ രക്ഷപ്പെട്ടു. ഞാൻ അങ്ങനെയൊന്നും ചാവില്ല. എൻ്റെ ഈ ശരീരത്തിലൂടെ ഒഴുകുന്നത് രക്തമല്ല, ലഹരിയാണ്, ആൽക്കഹോൾ. മദ്യം കഴിച്ചാൽ ആടണം, കുഴയണം, തല്ലുകൊള്ളണം, അങ്ങനെ 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 ചാവണം. വെയിറ്റർ, വെയിറ്റർ, എനിക്ക് താങ്കളോട് പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എനിക്കൊരാവ് കൂടി തരണം, ലഹരിയുടെ പൂർണ്ണതയിലെത്താനാ. വെയിറ്റർ, ഇയാൾക്ക് ആവശ്യമുള്ളത്ര മദ്യം കൊടുക്കൂ. ലിയോ, പറഞ്ഞത് കേൾക്കണം. മദ്യം ഇയാളെ മുഴുവൻ വിഴുങ്ങുമ്പോൾ ഇയാളിലുള്ള പൂർണ്ണ മനുഷ്യനെ എനിക്ക് കാണണം. താങ്കളെ അന്വേഷിച്ച് അലയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായെന്നറിയാമോ? എത്ര പകലുകൾ, എത്ര രാത്രികൾ, ഋതുഭേദങ്ങൾ പോലും ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്ലേഗ് പിടിപെട്ട് മരിച്ച ശവങ്ങളുടെ ദുർഗന്ധം ഞാൻ ശ്വസിച്ചിട്ടില്ല. എൻ്റെ ചിന്ത മുഴുവനും നിങ്ങളിലായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും ഏറ്റവും വലിയ ദുരന്തവും ഒരുപക്ഷെ ഈ ചിത്രത്തിലായിരിക്കും. സാന്താ മരിയ ദെല്ലാ ഗ്രാസി സന്യാസി മഠത്തിലെ ചുവരിൽ താങ്കളുടെ അസാന്നിധ്യം എന്നെ എത്രമാത്രം വ്യാകുലപ്പെടുത്തിയെന്നറിയാമോ? താങ്കൾ ഈ കസേരയിൽ ഇരിക്കുക. താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ ഭാവമല്ല എനിക്ക് ആവശ്യം. മുഖം തിരിക്കാതെ ഒരു നാഴിക നേരം താങ്കൾ സ്വസ്ഥമായിരുന്നു തരണം. താങ്കൾ ഉദ്ദേശിക്കുന്ന ഭാവം തരാൻ
ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? എൻ്റെ ഹൃദയഭാരം കുറയ്ക്കാൻ ഞാനൊരല്പം മദ്യം കഴിച്ചു. അത് കാരണം എൻ്റെ ഭാരം ലഘൂകരിച്ചിരിക്കുന്നു. ഞാൻ മുഖം തിരിക്കുമ്പോൾ താങ്കളുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ ശരീരഭാഗം മാത്രമേ താങ്കൾ ഇതേവരെ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഹൃദയം കാണാൻ കൂടി അങ്ങ് ശ്രമിക്കണം. ദയവുണ്ടായി അതും ഇതും പറയാതെ എൻ്റെ ചിന്തയുടെ കൂടെ താങ്കളും അനുഗമിക്കണം. താങ്കളുടെ മുഖഭാവം മാറിയിരിക്കുന്നു. ഞാൻ കേൾക്കാത്ത എന്തൊക്കെയോ താങ്കൾ മുറുമുറുക്കുന്നു. എന്നിൽ നിന്ന് പിൻവലിഞ്ഞ് മറ്റേതോ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നു. ദയവ് ചെയ്ത് എൻ്റെ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ചോദിക്കട്ടെ, താങ്കൾ ഇരുന്ന കസേരയിൽ മൂട്ടയുണ്ടോ? ചിലപ്പോൾ കാണും. കാരണം കുറേ കാലമായിട്ട് ആ കസേര ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. മൂട്ടയ്ക്ക് മനുഷ്യരക്തം ഏറെ ഇഷ്ടമാണത്രേ. ഇഷ്ടമായിരിക്കാം, പക്ഷേ എൻ്റെ ശരീരത്തിൽ രക്തമുണ്ടായിട്ട് വേണ്ടേ അത് രുചിക്കാൻ? ആൽക്കഹോൾ മൂട്ടയ്ക്കിഷ്ടമല്ല. ചാവാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? താങ്കൾ സംസാരിക്കാതെ അല്പനേരം ഇരിക്കൂ. വയ്യ, എനിക്ക് കസേരയിലിരിക്കാൻ വയ്യ. താങ്കൾ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത്? അല്പം കഴിഞ്ഞാൽ താങ്കൾക്ക് ഞാൻ വീണ്ടും മദ്യം വാങ്ങിത്തരാം, പണവും തരാം. ഇവ രണ്ടും എനിക്ക് ആവശ്യമില്ല. എന്നെ പോകാൻ അനുവദിക്കണം. പോകാനോ? അതിനാണോ മദ്യശാലയിൽ നിന്ന് താങ്കളെ രക്ഷിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞു എന്നെ രക്ഷിക്കാൻ, പണം കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ഒക്കെ താങ്കൾ ചെയ്തു. എന്നാൽ ഒരു കാര്യം കൂടി കേട്ടോളൂ. മദ്യശാലയിൽ നിന്ന് ഞാനേറെ മർദ്ദനമേറ്റു. അപ്പോഴൊക്കെ എൻ്റെ ശരീരം മാത്രമേ വേദനിച്ചുള്ളൂ. പക്ഷെ നിങ്ങളിപ്പോൾ എൻ്റെ ഹൃദയം കുത്തിക്കീറുന്നു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ പോകുന്നു. എനിക്ക് പോയേ ഒക്കൂ. ഞാൻ പോകും. എന്നെ ശരിക്കും നിങ്ങൾക്കറിയില്ല. ശാന്തി മാത്രമല്ല എന്നിലുള്ളത്. വേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ്? താങ്കൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. താങ്കൾ പറഞ്ഞല്ലോ എന്നെ അന്വേഷിച്ച് ഏറെ കാലമായി നടക്കുന്നുവെന്ന്. പച്ചക്കള്ളം. എന്റെ ഹൃദയം പിളരുന്നത് നിങ്ങൾ കാണുന്നില്ല. അന്ധനാണ് തങ്ങൾക്കെടുപ്പ്. അന്ധൻ. ശരിയാണ്, പക്ഷേ ഞാനിപ്പോൾ കാണുന്നു. താങ്കളുടെ ഹൃദയം എനിക്കിപ്പോൾ വ്യക്തമായി കാണാം. ഞാനിപ്പോൾ പ്രശാന്തനാണ്. പക്ഷേ എൻ്റെ നിമിഷങ്ങളുടെ അരണ്ട വെളിച്ചത്തിലാണിപ്പോൾ. താങ്കളുടെ സ്വരത്തിൻ്റെ ആഴമളക്കാൻ കഴിയാത്ത ഒരു അവ്യക്തരാഗം ഞാൻ കേൾക്കുന്നു. നേര് പറഞ്ഞാൽ നിങ്ങളുടെ തേങ്ങലിലൂടെ നിങ്ങളാണ് ഇപ്പോൾ എന്നെ ഭരിക്കുന്നത്. പറയൂ, ഈ ചിത്രശാലക്കകത്ത് കയറിയപ്പോൾ മുതൽ താങ്കളുടെ മനം മാറ്റത്തെക്കുറിച്ച് ഞാൻ ചെറുതായി ചിന്തിക്കാൻ തുടങ്ങി. പറയൂ, ഈ മാറ്റത്തിന് എന്താണ് കാരണം? ഒരു കുഞ്ഞാടിനെ പോലെയാണ് താങ്കൾ എന്നെ അനുഗമിച്ചത്. ബലം പ്രയോഗിച്ചായിരുന്നില്ല. പറയൂ, സന്തോഷമുള്ളൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. താങ്കളുടെ വല്ലായ്മകൾ പങ്കുവെക്കാൻ ഞാൻ കൂടെയുണ്ട്. താങ്കളുടെ ഹൃദയം തുറക്കുമ്പോൾ സന്തോഷപൂർവമായ ഒരവസരം സംജാതമാകുമെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാൻ. ജീവിതത്തിൻ്റെ ഹൃദയം
ഒരു പ്രശാന്ത മേഖലയാണ്. താങ്കളുടെ കണ്ണുകളിൽ അങ്ങ് ദൂരെ പ്രകാശപൂർണമായ ഒരു നക്ഷത്രത്തെ ഞാൻ കാണുന്നു. താങ്കൾ എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ല, തീരെ ഓർക്കുന്നില്ല. പക്ഷേ താങ്കളിൽ നിന്ന് നന്മയുടെ ശബ്ദം ഞാനിപ്പോൾ കേൾക്കുന്നു. പശ്ചാത്താപത്തിന്റെ ധീരോർവയിൽ നിഷ്കളങ്കതയുടെ കൊച്ചോളങ്ങൾ ഞാൻ ദർശിക്കുന്നു. ചിത്രകലയുടെ ചക്രവർത്തിക്ക് വന്ദനം. ആ ഫാദർ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഡാവിഞ്ചി കണ്ടിട്ട് ഏറെ നാളായി. സുഖമാണോ? പരമസുഖം. നല്ലത്. പള്ളിയിൽ കണ്ടില്ല. ദൈവത്തെ ഞാൻ അന്വേഷിക്കാറ് പള്ളിക്ക് പുറത്താണ്. സൂര്യപ്രകാശത്തിൽ സഞ്ചരിക്കുകയും ഓരോ നിമിഷത്തിൻ്റെയും ചാരുതയെ ആരാധിക്കുകയുമല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അപ്പോ പള്ളിക്കും പുരോഹിതനും പ്രാധാന്യമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ക്രിസ്തു മുടന്തനോട് ഇങ്ങനെ പറഞ്ഞു അത്രേ, എഴുന്നേറ്റ് വീട്ടിലേക്ക് നടക്കുവിൻ. പക്ഷേ പുരോഹിതനോട് പറയണ്ട ഞാൻ നിങ്ങളുടെ മുടന്ത് സുഖപ്പെടുത്തിയെന്ന്. പള്ളിയിൽ ഞാൻ വന്നിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ സുഗന്ധം എന്നെ ക്ഷണിക്കുകയും എന്നോട് ആജ്ഞാപിക്കുകയും ചെയ്യാറുണ്ട്. ഒരു തർക്കത്തിന് ഞാനില്ല. താങ്കൾ പറയുന്നത് സത്യമായതിനാൽ വാക്കുകൾ പൊള്ളയാവുകയില്ലല്ലോ. എല്ലാ ക്രമങ്ങൾക്കും വിരുദ്ധനായ ഒരു ക്രമരഹിതനെ ഞാൻ താങ്കളിൽ കാണുന്നു. പക്ഷേ താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ ഏറെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഒന്ന് ചോദിക്കട്ടെ, ഏറെ നാളായിട്ട് യാത്രയിലാണല്ലോ. യാത്രക്കിടയിൽ ഇതുവരെ ദൈവത്തിൻ്റെ പ്രതിരൂപത്തെ കിട്ടിയില്ലേ? ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ഉദാത്തതയുടെ പ്രതിരൂപമായ യേശുദേവനെയാണ്. ആ സൗന്ദര്യവും കരുത്തും കാരുണ്യവും സൗമ്യതയും എല്ലാം ഒത്തുചേർന്നിരിക്കുന്ന മനുഷ്യപുത്രനെ. അതിനുവേണ്ടിയുള്ള അന്വേഷണം ഞാൻ ഇനിയും തുടരും, അവസാനത്തെ ശ്വാസം തീരും വരെ. ഇത്രയും കാലത്തെ അന്വേഷണത്തിൽ നന്മയുടെയും ധീരതയുടെയും ഭാവമുള്ള ഒരാളെയും ഈ ഭൂമുഖത്ത് കണ്ടെത്തിയില്ല എന്നാണോ? ഉണ്ടാവാം, പക്ഷേ എൻ്റെ ദൃഷ്ടിയിൽ ഇതേവരെ പെട്ടില്ലെന്ന് മാത്രം. ക്രിസ്തുദേവൻ എന്നിൽ നിന്ന് എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കുന്നുണ്ടാവാം. എന്തായാലും ഞാനത് കണ്ടെത്തും. എന്നിട്ട് സാന്താ മരിയ ദെല്ലാ ഗ്രാസി എന്ന സന്യാസി മഠത്തിൻ്റെ ചുവരിൽ 11 സ്ലീഹമാരുടെയും മനുഷ്യപുത്രൻ്റെയും യൂദാസിൻ്റെയും ചിത്രത്തെ ഞാൻ വരക്കും. സന്യാസിമാർ ഭക്ഷണം കഴിക്കുമ്പോൾ ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചുവരിലൂടെ ഞാൻ അല്പനേരം ഭൂതകാലത്തിലൂടെ സഞ്ചരിക്കും. അങ്ങനെ എൻ്റെ ഒടുക്കത്തെ അത്താഴം എന്ന ജീവനുള്ള ചിത്രം ഈ ലോകം മുഴുവൻ അറിയപ്പെടും. പ്രിയപ്പെട്ട ദാവിഞ്ചി, താങ്കളുടെ ആഗ്രഹം സഫലീകരിക്കാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മോനെ, എന്തിനാ എന്നെ ഇട്ട് ഇങ്ങനെ ഓടിക്കണേ? അമ്മക്ക് എത്ര നേരം ഓടാൻ കഴിയും നോക്കിയതായിരുന്നു ഞാൻ. കൊള്ളാം. ആരാ? ഞാനോ? എൻ്റെ മുഴുവൻ പേര് ലിയാനാർഡോ ഡാവിഞ്ചി എന്നാണ്. എളുപ്പത്തിന് വേണ്ടി ചിലർ ഡാവിഞ്ചി എന്നും മറ്റു ചിലർ ലിയോണാർ എന്നും വിളിക്കും. അതെ, നിങ്ങൾ ഊഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ.
ചിത്രകാരൻ, ശില്പി, അങ്ങനെ പലതും. കൂട്ടത്തിൽ എടുത്തു പറയാനുള്ള യോഗ്യത ഞാനൊരു ജാരസന്തതി എന്നുള്ളതാണ്, ഒരു പ്രമാണിയുടെ ജാരപുത്രൻ. എങ്കിലും അച്ഛനെ എനിക്ക് നന്നായിട്ടറിയാം. സെർപിയറോ എന്നാണ് അച്ഛൻ്റെ പേര്. വളരെ ദൂരെ നിന്ന് അമ്മ അച്ഛനെ കാണിച്ചു തന്നിട്ടുണ്ട്. അച്ഛൻ്റെ മദ്യശാലയിൽ വീഞ്ഞൊഴിച്ചു കൊടുക്കുകയായിരുന്നു അമ്മയുടെ ജോലി. ആ ജോലിക്കിടയിലാണ് അമ്മയെ അദ്ദേഹം കീഴ്പ്പെടുത്തിയത്. ഞാനൊരു ജാരസന്തതി ആയതുകൊണ്ട് നിങ്ങൾ എന്നെ ഭയപ്പെടുന്നുണ്ടോ? ഞാൻ ദേവദാസിയാണ്. മാത്രമല്ല, താങ്കളുടെ പേര് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത് താങ്കൾ പറഞ്ഞ പൂർവ്വകഥ അറിഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ലോകം കണ്ട പ്രതിഭാശാലിയായ താങ്കളെ കാണാൻ സാധിച്ചല്ലോ എന്ന നിലയിലാണ്. നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഓ, ഒരു കലാകാരൻ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്, ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ എനിക്ക് നൽകിയത്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ആ, എന്തിനാ അമ്മയെ ഓടിച്ചത്? കുസൃതിയാണിവൻ. പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ തുടങ്ങി ഇവൻ എന്നെ ഇട്ടിങ്ങനെ ഓടിക്കാൻ. കുട്ടികൾ നടക്കാൻ പഠിക്കുന്നത് പ്രായമായതിനു ശേഷമാണ്. ഭൂമിയുടെ വിസ്താരം കണ്ട് വിസ്മയിക്കുമ്പോൾ ഇതെങ്ങനെ ഓടിത്തീർക്കുമെന്ന ചിന്തയാണ് കുട്ടികൾക്ക്. പിന്നെ പ്രായമായാൽ ഓട്ടം പോയിട്ട് നടക്കാൻ പോലും താല്പര്യം കാണിക്കാറില്ല. ഞാൻ കുറേ നാളായിട്ട് ഓട്ടത്തിലായിരുന്നു. തളർന്നു. എങ്കിലും അമ്മാവൻ ഓട്ടക്കാരനാണോ? അതെ, പക്ഷേ അമ്മാവനൊരു ലക്ഷ്യമുണ്ട്. അല്പനിമിഷം മുമ്പ് വരെ ആ ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തതിൽ നിരാശയുണ്ടായിരുന്നു. ഇപ്പോ ഞാൻ ആ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. എന്റെ സമയം ആഗതമായെന്ന് തോന്നുന്നു. എന്റെ നാഥനെ പിന്തുടരാൻ എനിക്ക് ഹൃദയകൽപ്പന ലഭിച്ചിരിക്കുന്നു. ആരെക്കുറിച്ചാണ് അങ്ങ് പറയുന്നത്? സഹോദരിയുടെ പുത്രനെ കുറിച്ച് തന്നെ. എനിക്കൊരു സഹായം ചെയ്തു തരാമോ? സഹായമോ? എന്നിൽ നിന്നോ? ജ്ഞാനത്തിന്റെ ഗിരിശൃംഗത്തിന് വളരെ താഴെയുള്ള ഒരു പുൽക്കൊടിയാണ് ഞാൻ. എന്നിൽ നിന്ന് അങ്ങ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ പുത്രനിലൂടെ ഞാൻ യേശുദേവനെ ദർശിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിരൂപമായി അല്പനേരം എൻ്റെ ചിത്രശാലയിൽ അയച്ചാലും. ഞാൻ എന്താണ് ഈ കേട്ടത്? എന്റെ മകനിലൂടെ അങ്ങ് യേശുദേവനെ ദർശിക്കുന്നുവോ? എങ്കിൽ എന്റെ ഗർഭപാത്രത്തിൽ ഇവന് 10 മാസക്കാലം താമസമൊരുക്കിയ ഞാൻ ആരാണ്? ഭൂമിയിലും സ്വർഗത്തിലുമുള്ള എന്റെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാകുന്നു. അവിടുത്തെ ഇച്ഛ നിറവേറ്റപ്പെടും. ഞാൻ ഭാഗ്യവതിയാണ്. എവിടെയാണ് അങ്ങയുടെ ചിത്രശാല? ഇവിടെ അടുത്തു തന്നെയാണ്. വൃത്തികെട്ട ഒരു തെരുവിലാണ് എൻ്റെ ചിത്രശാല. പ്രകാശം തെളിഞ്ഞു കാണണമെങ്കിൽ നല്ല ഇരുട്ട് വേണമല്ലോ. മോനെ, ഈ മാമൻ പറഞ്ഞത് കേട്ടോ? നിന്നിലൂടെ ഇദ്ദേഹം കർത്താവിനെ ദർശിക്കുന്നുവെന്ന്. എന്താ, നമുക്ക് ഇദ്ദേഹത്തെ അനുഗമിച്ചുകൂടെ? മഹാനായ ഇദ്ദേഹത്തിന്റെ നിഴലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാം എത്ര പുണ്യം ചെയ്തിരിക്കണം. ദേ ഒരു കാര്യം, എന്നെ ഇരുത്തി ക്രിസ്തുദേവനെ വരച്ചാലേ ആ ചിത്രം എനിക്ക് തരണട്ടോ. അത് എന്റെ പ്രാർത്ഥനാ മുറിയിൽ വെക്കാനാ. മോൻ എന്താണ് ഈ പറയുന്നത്? എനിക്ക് എന്നെ തന്നെ കാണാലോ. ശരിയാണ് മോൻ പറഞ്ഞത്. അവനവനെ തന്നെ കാണാൻ കഴിയുന്നത് മനുഷ്യൻ ദൈവത്തോളം ഉയരുമ്പോഴാണ്. എങ്കിൽ ഞാൻ മറ്റൊരു ചിത്രം കൂടി വരയ്ക്കാം. എന്താ? എങ്കിൽ പൂർണ്ണ സമ്മതം.
അന്ന് എന്നിലൂടെ ക്രിസ്തുദേവനെ ദർശിച്ച താങ്കൾ വർഷങ്ങൾക്ക് ശേഷം എന്നിലൂടെ യൂദാസിനെയും ദർശിക്കുന്നു. എന്താണിതിന് കാരണം? വർഷങ്ങൾക്ക് മുൻപ് ഇതേ കസേരയിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്, അനുസരണയുള്ള ഒരു ബാലനായിട്ട്. ഇപ്പോ മനുഷ്യന് ദേവനാകാനും ചെകുത്താനാകാനും കഴിയും. എന്താവണമെന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു യുവാവായ താങ്കൾ ജീവിതം നിയന്ത്രിക്കാൻ ഇനി എന്നാണ് പഠിക്കുന്നത്? അങ്ങയുടെ അനുഗ്രഹത്തോടെ ഈ നിമിഷം മുതൽ ഞാൻ അങ്ങയെ അനുഗമിക്കുന്നു. പ്ലേഗ് വന്ന് മരിച്ചു വീഴുന്ന ശവങ്ങളെയും കയറ്റി താങ്കൾ ഉന്തുവണ്ടി വലിക്കുമ്പോൾ പിറകിൽ നിന്ന് തള്ളാൻ എന്നെ കൂടി അനുവദിക്കുക. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. രംഗത്ത് അലി അരങ്ങാടത്ത്, അരങ്ങാടത്ത് വിജയൻ, രവി വി കെ, രാഗം മുഹമ്മദ് അലി, വിജയൻ പൊയിൽക്കാവ്, ഹരിദാസൻ മാസ്റ്റർ, സുരേഷ് നടുവത്തൂർ, സജികുമാർ, ശ്രീമതി, രഞ്ജിത്ത് പൊയിൽക്കാവ്, വിജയ വിജയൻ, രഘുനാഥ് മേലൂർ, ഷീജ രഘുനാഥ്, രാകേഷ് പുല്ലാട്ട്, ഷൗക്കത്ത് കൊയിലാണ്ടി, ഹരീഷ് എൻ കെ, സുധീഷ് മാവിൻ ചുവട്, ജിഷ രാമകൃഷ്ണൻ, ഷൈനി മാവിൻ ചുവട്, ഭാസ്കരൻ 121, OK ബാലൻ, സാലിയ, സ്നേഹ ആൻഡ് പാർത്ഥിവ് ജിജേഷ്.